അല്ല മുഖ്യ, ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണ് മകൾ എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയത് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ മൂട്ടിൽ തീ പിടിച്ചതുപോലെ അങ്ങ് കർണാടക ഹൈക്കോടതിയിൽ SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വെപ്രാളത്തിൽ ഓടിത്തള്ളുന്നത്? ആ പണം ഉപയോഗിച്ചാണ് ഒരു അഴിമതിയും ഇല്ലാതെ ഒരു കള്ളപ്പണവും ഇല്ലാതെ നിങ്ങൾ ആ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വെപ്രാളം, പിന്നെ എന്തിനാണ് ഈ ഭയം? പ്രത്യേകിച്ച് മുഖ്യന്റെ മടിയിൽ കനമില്ല, ആ കൈകൾ പരമശുദ്ധവുമാണ്. പിന്നെ എന്തിനാണ് ഇത്രത്തോളം വെപ്രാളവും ഭയവും പേടിയും ഒക്കെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ CPMലെ അണികളോടൊക്കെ വീണയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുതിയ അടവുകളൊക്കെ ഇറക്കി അവരുടെ മനസ്സിൽ ഇത്തരത്തിൽ ജനങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ കുത്തി നിറച്ചു വയ്ക്കുന്നത്? നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, നിങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കിടന്ന് ഓടി തള്ളുന്നത്? എന്തായാലും SFIO വരും. വീണ കൃത്യമായ കണക്കുകൾ കാണിക്കണം. ബാംഗ്ലൂരിലേക്കായിരിക്കും ചോദ്യം ചെയ്യൽ വിളിപ്പിക്കുന്നത്. ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അകത്തേക്കാണോ പുറത്തേക്കാണോ എന്ന് അറിയാൻ കഴിയും. എന്തായാലും ഇനി സ്റ്റേ കിട്ടുമെന്ന കാര്യത്തിൽ കുറച്ചൊക്കെ സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്തിനാണ് ആ പണം വാങ്ങിയത് എന്നങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ച് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ T വീണയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതും ഇത് മനസ്സിലാക്കിയാണ്. SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കി നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഏതന്വേഷണവും നടക്കട്ടെ എന്ന CPM പുറമേ നിലപാടെടുക്കുമ്പോഴാണ് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട വീണയുടെ കമ്പനിയുടെ ഹർജി. KSIDC നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകാൻ മകള് മൂട്ടി തീ പിടിച്ചതുപോലെ ഓടിയത്. തന്റെ ഭാര്യയുടെ വിരമിക്കൽ ആനുകൂല്യം ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തെളിവുകളുമായി കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് തന്നെ രംഗത്തെത്തിയിരുന്നു. എക്സാലോജിക് കമ്പനിയുടെ 2021-22 ബാലൻസ് ഷീറ്റിൽ ഓഹരി മൂലധനമായി കാണിച്ചിരിക്കുന്നത് 10,000 രൂപയുടെ 10 ഓഹരികളിലായി 1 ലക്ഷം രൂപയാണ്. വീണ മാത്രമാണ് ഷെയർ ഹോൾഡർ. ഇതുകൂടാതെ 78.47 ലക്ഷം രൂപ ഏക ഡയറക്ടറായ വീണയിൽ നിന്നും ദീർഘകാല വായ്പയായി കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടുമുണ്ട്. അമ്മയുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്ന് നൽകിയതാണ് ഈ തുകയെങ്കിൽ കൈമാറിയതിനുള്ള ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയത് കുടുംബത്തിന് തന്നെ തിരിച്ചടിയായി. ഇതിന്റെ അലോസരങ്ങൾ തൈക്കണ്ടി കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേസിൽ കോടതിയിൽ നിന്ന് ആശ്വാസം തേടുന്നത്. ഏതായാലും വീണയുടെ ഹർജിയെ കേന്ദ്ര സർക്കാർ അതിശക്തമായി എതിർക്കും. CMRൽ എക്സാലോജിക് പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നാണ് SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ CMRൽ ഓഫീസിലും ഓഹരി പങ്കാളിയായ KSIDCയുടെ ഓഫീസിലും എത്തിയ സംഘം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. എക്സാലോജിക്കിലാണ് ഇനി പരിശോധന നടത്തേണ്ടത്. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹർജി. കമ്പനി രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ അഡ്രസ്സിലാണെങ്കിലും ബംഗളൂരിലായിരുന്നു എക്സാലോജിക്കിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകിയത്. ബംഗളൂരിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി 2022-ൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനാൽ ഏക ഡയറക്ടറായ വീണയുടെ പക്കൽ നിന്നും മാത്രമേ ആവശ്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനുള്ള നീക്കം തുടങ്ങിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി വഴിയാണ് ഹർജി. സ്റ്റേ ആവശ്യമുന്നയിച്ച് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയ KSIDCയോട് രേഖകൾ നൽകാതെ ഒഴിഞ്ഞുമാറുന്നത് ശരിയല്ല എന്നും കോടതി പറഞ്ഞിരുന്നു. ഈ ഹർജി 12-ന് വീണ്ടും പരിഗണിക്കും. CMRL കമ്പനിയിൽ 1.05 കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തമാണ് KSIDCക്കുള്ളത്. എന്നാൽ SFIO അന്വേഷണത്തിനെതിരെ 2 ദിവസം കേസ് നടത്തിയതിന് മാത്രം KSIDCക്ക് ചെലവ് 1/2 കോടി രൂപയാണ്. സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് 2 സിറ്റിംഗിലും KSIDCക്ക് വേണ്ടി ഹാജരായത്.